ഈ സുന്ദരി ആരാന്ന് മനസ്സിലായോ? കണ്ടോ? ഇതാണ് ബട്ടർ കപ്പ് അല്ലേ? ഇതിൻ്റെ പേര് അന്വർത്ഥമാക്കുന്ന പോലെ കണ്ടോ? നല്ല ഭംഗിയുള്ള പർപ്പിൾ ഷെയ്ഡിൽ പെട്ടൊരു കളറാട്ടോ. റോസ് പർപ്പിളൊക്കെ ചേർന്ന കളറിൽ കണ്ടോ? ഇടയിൽ ഇങ്ങനെ ബട്ടർ തേച്ച് വെച്ച പോലെ നല്ല പ്രിൻറ്റിങ് ഒക്കെ വന്നിട്ടുള്ള സൂപ്പർ സുന്ദരി ചെടിയാണ് കേട്ടോ. കണ്ടോ? ഇവിടെയുണ്ട്, നിറയെ പൂവിട്ടിട്ടുണ്ട് കേട്ടോ. ഇത് നല്ല കൊലകുത്തി പൂട്ട് കഴിഞ്ഞാൽ നല്ല രസമാണ്. അപ്പോൾ നമുക്ക് ഈ ചെടികൾ നമ്മൾ നടുക മാത്രമല്ല, അതിനെ പിന്നെ എങ്ങനെ നമ്മൾ പരിപാലിക്കുന്നു എന്നുള്ളതിലും കാര്യമുണ്ട് അല്ലേ. നമ്മൾ വെള്ളമോ വളമൊന്നും കൊടുക്കാതെ നോക്കിക്കഴിഞ്ഞാൽ ഇതിങ്ങനെ പൂത്ത് നിൽക്കുകയൊന്നുമില്ല അല്ലേ. അപ്പോൾ ഇതിനൊക്കെ അത്യാവശ്യം വിലയുണ്ട് കേട്ടോ. നമ്മൾ നഴ്സറികളിലൊക്കെ പോയി ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയുള്ളൂ. നല്ല റേറ്റുള്ള ഐറ്റമാണ് ഈ ബട്ടർ കപ്പ്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതാണ് കേട്ടോ. അതാണ്ട് ഇവിടെ നിറയെ പൂ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനത്തെ ചെടികൾ നമുക്ക് നഴ്സറികളിലൊക്കെ കാണുമ്പോൾ, നമ്മൾ നഴ്സറിയിലൊക്കെ കണ്ടപ്പോൾ 1000-ന് മുകളിലൊക്കെ, പക്ഷെ കുറച്ചും കൂടെ നിറയെ പൂക്കളുണ്ടായിരുന്നു കേട്ടോ. അത് ഇച്ചിരി ബുഷിയായിരുന്നു, ഇതിനെക്കാട്ടിലും വലിയ ചെടിയായിരുന്നേ. അപ്പോൾ അതിന് 1000-ന് മുകളിലൊക്കെ വില പറഞ്ഞിട്ട് നമ്മൾ ഞെട്ടിയിട്ടുണ്ട്. അപ്പം ഇങ്ങനത്തെ ചെടികൾക്ക് നമ്മൾ നഴ്സറിക്കാർ കൊടുക്കുന്ന ഒരു അത്ഭുത വളം അല്ലേ, നഴ്സറിക്കാരുടെ സീക്രട്ട് എന്നൊക്കെ പറയും. അപ്പോൾ അങ്ങനത്തെ ഒരു ഐറ്റം നമ്മൾ നിങ്ങളുടെ മുന്നിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. കുറേ പേർക്കൊക്കെ അറിയുന്നവരുണ്ടാവാം, പക്ഷെ അറിയാത്ത ഒത്തിരി പേരുണ്ടാവില്ലേ. ഇതിപ്പോൾ ആദ്യം ഗാർഡനിങ് സ്റ്റാർട്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഈ ചെടികളെക്കുറിച്ച് അറിയാത്തവർ, എങ്ങനെ പരിപാലിക്കണം എന്നറിയാത്തവർക്കൊക്കെ വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ് കേട്ടത്. അപ്പോൾ ഇതാണ് ആ വളം, കാണുന്നുണ്ടാവും അല്ലേ. ഇതാ, ഇത് DAP എന്ന് പറയും, അതായത് ഡാപ്പ് എന്ന് ഡൈ അമോണിയം ഫോസ്ഫേറ്റ് എന്നുള്ളത്. അപ്പോൾ ഇതാണ് നഴ്സറിക്കാർ അത്ഭുത വളമായിട്ട് എടുത്തു വെച്ചേക്കുന്ന സീക്രട്ട്. ചില സീക്രട്ട് എന്നൊന്നും പറയാൻ പറ്റില്ല നമുക്ക്. അവിടെ പോയി അവരിങ്ങനെ പൂവിന് ഇടുന്നത് എന്താണെന്ന് ചോദിച്ചാൽ തന്നെ അവരിത് കാണിച്ചു തരും കേട്ടോ. പക്ഷേ നമ്മുടെ വീട്ടിൽ എന്താണ് പൂക്കൾ അത്രയും വിരിഞ്ഞ് നിൽക്കാത്തതെന്ന് വെച്ചാൽ നമ്മൾ കറക്റ്റായിട്ട് വളം ചെയ്യില്ല. എല്ലാവരുടെ കാര്യമല്ല, ചിലവരൊക്കെ നമ്മൾ നടുമ്പോഴും വെള്ളം ഒഴിക്കുന്നതും കാണിക്കുന്ന ആ ഇൻട്രസ്റ്റ്, പിന്നെ അതിനോട് ഒരു 7 ദിവസം അല്ലെങ്കിൽ 10 ദിവസം കൂടുമ്പോൾ കണ്ടിന്യൂസ് ആയി വളം കൊടുത്താൽ മാത്രമാണ് ചെടികൾ നന്നായി പുഷ്ടിച്ച് വളരുള്ളൂ. പ്രത്യേകിച്ച് ചെടിച്ചട്ടികൾ വെക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ താഴെ മണ്ണിലാണെങ്കിൽ അത് എവിടെന്നെങ്കിലുമൊക്കെ പോഷകമൊക്കെ വലിച്ചെടുത്തിട്ടുണ്ടാവും. പക്ഷെ ചെടിച്ചട്ടിയിൽ വെക്കുന്നതിൽ അല്പം മണ്ണിൽ അതിലുള്ള പോഷകങ്ങളൊക്കെ കുറവായിരിക്കുമല്ലോ. അപ്പോൾ അതിന് വലിച്ചെടുക്കാനുള്ള അല്ലെങ്കിൽ ലഭ്യതയും കുറവായതുകൊണ്ട് അവർ ഇങ്ങനെ ശോഷിച്ചു പോകും. ഈ വളം നല്ല പൂക്കൾ കിട്ടാനുള്ള വളമാണ് കേട്ടോ. വളർച്ചയ്ക്ക് നല്ലതൊക്കെയാണ് എങ്കിലും നമ്മൾ പൂക്കാണ്ട് ചിലത് നന്നായി ഗ്രോത്ത് ഉണ്ടാവും ചെടികൾ, പക്ഷേ പൂക്കൾ മാത്രം ഉണ്ടാവാണ്ടൊക്കെ ഇരിക്കുന്ന ചെടികളുണ്ടാവില്ലേ, അങ്ങനെയുള്ളതിന് ഏറ്റവും ബെസ്റ്റ് ടിപ്പാണ് ഈ വളം കേട്ടോ. അപ്പോൾ ഇത് നല്ല ഹാർഡായിട്ടുള്ള, കാരണം രാസവളമാണ്, ഹാർഡായിട്ടുള്ള വളമാണ്. ഒത്തിരി നമ്മൾ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ, ഒത്തിരി പൂക്കട്ടെ വേണ്ട ഒത്തിരി കൊടുത്തു കഴിഞ്ഞാൽ അത് മൊത്തം നശിച്ചു പോവും ചെടി. അപ്പോൾ ഒരു സ്പൂണൊക്കെയാണ്, ചെറിയൊരു സ്പൂണ് ഫസ്റ്റ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ എപ്പോഴും ചെറിയ ക്വാണ്ടിറ്റിയിൽ ഇട്ടിട്ട്, പിന്നെ അതിന് താങ്ങാൻ പറ്റുന്ന ശേഷിയുണ്ടെന്ന് മനസ്സിലാക്കി, പിന്നെ അതൊന്നും കൂടി ഗ്രോത്ത് ആയതിന് ശേഷമാണ് ക്വാണ്ടിറ്റി കൂട്ടി കൊടുക്കാൻ പാടുള്ളൂ. എപ്പോഴും വേരിൻ്റെ സൈഡിൽ രാസവളങ്ങൾ ഇടരുത്. നമ്മൾ ചാണകപ്പൊടിയൊക്കെ ആണെങ്കിൽ എവിടെ ഇട്ട് കൊടുത്താലും കുഴപ്പമില്ല, പക്ഷേ രാസവളങ്ങൾ ഭയങ്കര ചൂടാണ്, വേരിനെ അത് നശിപ്പിച്ച് കളയും. അപ്പോൾ വേരിൻ്റെ സൈഡ് അല്ലാണ്ട് ചട്ടിയുടെ സൈഡ് ഭാഗങ്ങളില്ലേ, ആ ഭാഗത്ത് വേണം നമ്മൾ ഇട്ട് കൊടുക്കുക. വളം നടുന്നതിന് മുന്നേ ഫസ്റ്റ് എന്ത് ചെയ്യുന്നറിയോ, നമ്മൾ നോർമലായിട്ട് നമ്മുടെ വീട്ടിലെ തെങ്ങിനൊക്കെ വളം ഇടുന്നതിന് മുന്നേ എന്താ ചെയ്യുക, നമ്മൾ നില ഒരുക്കുകയെന്ന് പറയും അല്ലേ. അപ്പോൾ അതേപോലെ ഈ ചെടിച്ചട്ടിയിലുള്ളതിന് എടുക്കണം. ഇതിന് ചെറുതായിട്ട് ഇങ്ങനെ പുല്ലുകളോ അല്ലെങ്കിൽ കളകളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ പറിച്ച് കളയാനായിട്ട്. ഇത് നമ്മുടെ കയ്യിലൊന്നുമില്ല. പിന്നെ ഇതാണ്ട് ഇവൻ കണ്ടോ, ഇത് ഗ്രാഫ്റ്റഡ് ആണ്. ഇവിടെ കാണുന്നുണ്ടാവില്ല, നമുക്ക് ഇവിടുന്ന് ഗ്രാഫ്റ്റ് ചെയ്തിട്ട് വന്നതാണ് കണ്ടോ, ഗ്രാഫ്റ്റ് ചെയ്ത് പിടിച്ച് വന്നതാണ്. അപ്പോൾ ഇത് പഴയ ചെടിയുടെ തണ്ടാണ്, നാടൻ ചെടിയുടെ തണ്ടാണ്. അപ്പോൾ അത് നമ്മൾ ഇങ്ങനെ പൊടിച്ച് കളഞ്ഞേക്കണം. അല്ലെങ്കിൽ എന്താ അറിയോ, സ്വാഭാവികമായിട്ട് നാടൻ ചെടികൾ പെട്ടെന്ന് ഗ്രോത്ത് ആവുകയും ചെയ്യും. ഇത് ഹൈബ്രിഡ് അല്ലേ, അപ്പോൾ അതിന് ജീവിക്കാനുള്ള ശേഷി കുറഞ്ഞിട്ട് അത് നഷ്ടപ്പെട്ടു പോവുകയും ചെയ്യും. അപ്പോൾ അങ്ങനെയാണ് ചെയ്യേണ്ടത് കേട്ടോ. ഇനി നമ്മൾ ഈ കറുപ്പ് കാണുന്നത് ഇത് വേസ്റ്റൊന്നും അല്ല കേട്ടോ. നമ്മുടെ ബൊക്കാഷി ബക്കറ്റിൻ്റെ കാര്യം മുന്നേ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, അതിൽ നിന്ന് കിട്ടിയ വളം നമ്മൾ ഇട്ട് കൊടുത്താൽ കേട്ടോ. അത് നല്ല എഫക്റ്റ് ഉണ്ട്. അതിന് ശേഷമാണ് ഇത് പെട്ടെന്ന് പൂവടിക്കുകയൊക്കെ ചെയ്തത്. അപ്പോൾ രാസവളം കൂടെ ഒന്ന് ഇട്ട് കൊടുത്താൽ ഇനിയും നന്നായിട്ട്, ഇനി 2 മാസം വെയിലുള്ളതുകൊണ്ട് നന്നായി പുഷ്പിച്ച് കിട്ടുമല്ലോ.
അപ്പോൾ നിലം ഒരുക്കാൻ നമ്മൾ കളകളൊക്കെ ഒന്നുമില്ല അത് നോക്കി. പിന്നെ മണ്ണ് കണ്ടോ നല്ല ഇളക്കം ഉണ്ടോ നോക്കണം, വേര് തട്ടാണ്ട് ഇങ്ങനെ മണ്ണ് ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. നമ്മൾ എന്താണ്ട് ഈ കരണ്ടി പോലത്തെ എന്തെങ്കിലും അല്ലെങ്കിൽ കോലോ എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് ഇങ്ങനെ നന്നായിട്ട് നമ്മൾ ഇളക്കി കൊടുക്കണം. എന്തിനാ ഇളക്കി കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ വേരോട്ടമൊക്കെ നന്നായി കൂടി മണ്ണൊക്കെ ഇളകി കിടന്നാൽ പെട്ടെന്ന് വേരൊക്കെ കയറി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വളർന്നോളൂ. അപ്പോൾ വേരോട്ടം കൂടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇളക്കി കൊടുക്കുന്നത്. ഇതിന് ശേഷം എപ്പോഴും ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ വേരിൻ്റെ സൈഡ് ഇത്ര ഭാഗമൊക്കെ വേരിൻ്റെ സൈഡായിരിക്കും. അപ്പോൾ ഇവിടെ വളമിട്ട് കൊടുത്തേക്കരുത്. ഈ സൈഡിൽ എപ്പോഴും ഇതുണ്ട്, ഈ സൈഡിൽ ഇങ്ങനെ ചെറുതായിട്ട് വേണമെങ്കിൽ ചുറ്റും ഇങ്ങനെ ചെറുതായിട്ട് കുഴി പോലെ എടുക്കാം കേട്ടോ. അങ്ങനെ ചെറുതായിട്ട് കുഴി പോലെ ഈ ഭാഗത്ത് മാത്രം കുഴി പോലെ എടുത്തിട്ട് ഇതിന്ന് നമ്മൾ കുറച്ച് വളം കയ്യിലെടുക്കുക. കണ്ടോ, നല്ല ചെറിയ ചെടികളാണെങ്കിൽ ഇതാ ഇത്രയും മതി കേട്ടോ. തീരെ ചെറിയ ചെടിയാണ് ഇതിപ്പോൾ ഇത്തിരി വലിയ ചെടിയല്ലേ. അപ്പോൾ ഞാനിങ്ങനെ കുറച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. സ്പൂൺ ഉണ്ടെങ്കിൽ ഒന്നും കൂടെ ബെറ്ററാണ്. സ്പൂണിൽ അളന്നിട്ട് കൊടുക്കുകയാണ് ഏറ്റവും നല്ലത്. ഇത് ചുറ്റുമായിട്ടും ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഒരു വശത്ത് ഇട്ട് കൊടുത്തു എന്നുള്ളൂ. അപ്പോൾ വളമൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം കണ്ടോ മണ്ണ് ആ വളം അങ്ങനെ മൂടി വയ്ക്കുക. കാരണം വെയിൽ തട്ടിക്കഴിഞ്ഞാൽ ഈ വളത്തിൻ്റെ എന്താ പറയുക അതിൻ്റെ ഗുണമൊക്കെ നഷ്ടപ്പെടും. അപ്പോൾ നമ്മളിങ്ങനെ വളം ഇടുമ്പോൾ പ്രത്യേകിച്ച് രാസവളങ്ങൾ ഇടുമ്പോൾ വെയിൽ തട്ടാതെ ഇങ്ങനെ ഇട്ടതിന് ശേഷം നമ്മൾ അത് മണ്ണിട്ടിട്ട് മൂടി കൊടുക്കണം. അതിന് ശേഷം എന്താ ചെയ്യേണ്ടത്, നമ്മളെപ്പോഴും ചെയ്യേണ്ടതാണ് വാട്ടറിങ്. അത് ഏത് വളം ചെയ്താലും വാട്ടറിങ് മുഖ്യമാണ് കേട്ടോ. അപ്പോഴാണ് ഇത് മണ്ണുമായിട്ട് നല്ല ഇത് ഓൾറെഡി നമ്മൾ ചെടി നനയ്ക്കാൻ വേണ്ടി എടുത്തതാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഈ ചെടി കളർ കേട്ടോ. ഉണ്ടോ, വെള്ളം ഒഴിച്ചു കൊടുത്തു. നല്ല വെള്ളം ഒഴിക്കണം. ഇനി ഒരു 3 ദിവസത്തേന് നല്ല വെള്ളം ഒഴിക്കണം. കാരണം എന്താ വെച്ചാൽ രാസവളങ്ങൾക്ക് എപ്പോഴും ചൂട് കൂടുതലായിരിക്കും. ഇപ്പോൾ നല്ല വേനൽക്കാലമാണ്, നല്ല ചൂട് കൂടിയ സമയമാണ്. അപ്പോൾ നമ്മൾ വെള്ളം ഒഴിച്ചില്ലെങ്കിൽ സ്വാഭാവികമായിട്ട് ചെടികൾ വെള്ളം കിട്ടാണ്ട് അല്ലെങ്കിൽ ചൂടിൻ്റെ കൂടുതലും കൊണ്ട് നഷ്ടപ്പെട്ടു പോകും കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ സിമ്പിളായിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ. കണ്ടോ, ഇന്ന് ബട്ടർ കപ്പിൻ്റെ ഭംഗി നോക്കി ഇങ്ങനെ ഇരുന്ന് പോവുക. ഇതിങ്ങനെ നല്ല ബുഷിയായിട്ട് വന്ന് ഇനി രസം ഉണ്ടാവും കേട്ടോ. അത് 2 സ്റ്റെം അപ്പുറത്ത് ഇപ്പുറത്ത് 2 സൈഡിലോട്ട് പോയേക്കാണ്. പക്ഷേ ബട്ടർ കപ്പ് നമ്മൾ ബൊഗൈൻവില്ലകൾ ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ ബെസ്റ്റ് എന്തായാലും ഉണ്ടായിരിക്കേണ്ട ഒരു ഐറ്റമാണ് കേട്ടോ. ബട്ടർ കപ്പും പിന്നെ വാട്ടർ മെലൺ കിസ്സും. നമ്മൾ വാട്ടർ മെലൺ കിസ്സും വാങ്ങി വെച്ചിട്ടുണ്ട്, പക്ഷേ പൂ പിടിച്ചില്ല. ഇത് കണ്ടോ, ഇതിന് ബട്ടർ കപ്പ് പറഞ്ഞാൽ ഇതൊരു കപ്പിൻ്റെ ഷേപ്പിലാണ് അതിൻ്റെ പൂക്കൾ വരുന്നത്. കണ്ടോ, കപ്പിങ്ങനെ എടുത്ത് വെച്ച പോലെ നല്ല ഭംഗിയുള്ള പൂക്കളാണ്, വലിയ പൂക്കളുമാണ് കേട്ടോ. ചില പൂക്കൾ ബൊഗൈൻവില്ലയിൽ ചെറുതായിരിക്കും, പക്ഷേ ഇത് നല്ല ഭംഗിയുള്ള പൂക്കളാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് കമൻ്റൊക്കെ ഇടണം. ചെടികൾ ഇഷ്ടപ്പെടുന്ന ഒത്തിരി പേരുണ്ടാവില്ലേ. അപ്പോൾ നിങ്ങളിങ്ങനെ ഷെയർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ തന്നെ അവർക്ക് ഉപകാരമായിരിക്കും, നമുക്കും അതൊരു ഉപകാരമായിരിക്കും കേട്ടോ. അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് ഇനിയും നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നത് വരയ്ക്കും ബായ്.